ഞാനേ ഈ സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കാം. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, ആ ചേട്ടനാണ്. ആ ചേട്ടൻ ചോദിച്ചു, എന്താ മോനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല കോമഡി വർക്കൗട്ട് ആവുന്നുള്ളൊരു പേടിയുണ്ട്. നീ ഒന്നും പേടിക്കണ്ട, നിന്നെ കണ്ടാൽ തന്നെ ഒരു കോമഡിയാണ്, നീ സ്റ്റേജിൽ കയറിയാൽ തന്നെ ഒരു കോമഡിയാണ്. ചിരിക്കേട്ടാ. അല്ല ഞാൻ ഒന്നും പറയണ്ട, ഇവിടെ നിന്നാലേ കോമഡി എന്ന് അറിയില്ല, ചിരിക്കി. ഇപ്പോൾ എന്നേക്കാൾ ടെൻഷന് ചേട്ടനല്ല, വെറുതെ ധൈര്യം നമ്മളെ പേടിപ്പിക്കാന്ന്. ഹലോ, എൻ്റെ പേര് ആസിഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു കാസർഗോഡുകാരനാണ്. ജീവിതത്തിൽ എന്ത് സീരിയസ് ആയിട്ട് ചെയ്താലും കോമഡി ആവുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എത്തിയത് വരെ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ മാസം ഞാനൊരു ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തു. ഓൺലൈനിലാണ് ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തതിന് മുമ്പ് എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ എല്ലാം കഴിയുമ്പോൾ എൻ്റെ ഫോൺ എൻ്റെ അനിയൻ മേടിച്ചുകൊണ്ട് പോയി. ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് എൻ്റെ അനിയൻ ഫോൺ മേടിച്ചുകൊണ്ട് പോയി. ഈ വീഡിയോ അവൻ്റെ ഏതോ ഗ്രൂപ്പിൽ ലീക്കായി, അങ്ങനെ വൈറലായി. അങ്ങനെ ഞാൻ ഈ ഖത്തർ എയർവേസിൻ്റെ HR മാനേജർ ഉത്മാൻ അൽ മിൻഹാസിൻ്റെ കോളും കാത്തിരുന്ന് എന്നെ വിളിച്ചത് കാക്കനാട് നിന്നും മിഥുൻ ചേട്ടനായിരുന്നു. പിന്നെ ഫൺസ് അപ്പോൺ ടൈമിലേക്ക് സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചെറിയ കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, മോനെ വലുതാകുമ്പോൾ നിനക്ക് എന്താകണം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടീൻ്റെ നിന്ന് പൂ കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എവിടുന്ന് നമുക്കല്ല പൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 13 മരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോ എൻ്റെ കളി കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഫുട്ബോളിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ BFC ഭദ്രാനഗർ എന്ന ക്ലബ്ബിലേക്ക് ഞാൻ പോയി. അന്ന് എനിക്ക് 7-ാം നമ്പർ ജേഴ്സി തന്നില്ല. 7-ാം നമ്പർ ജേഴ്സി തരാത്തതുകൊണ്ട് ഫുട്ബോളിൽ നിന്ന് ഞാൻ അന്ന് തന്നെ വിരമിച്ചു. അങ്ങനെ ഞാൻ പിറ്റേന്ന് നേരെ കാസർഗോഡ് ടൗണിലേക്ക് പോയി. ടൗണിൽ പോയിട്ട് ആടെ ഇങ്ങനെ ഒരു ഇന്നോവ കാർ, സ്പീഡിലൊരു ഇന്നോവ കാർ പോകുന്നു. ഫ്രണ്ടിലും പോലീസ്, മുന്നിലും പോലീസ്, ഫുൾ പോലീസ്. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഒരു ഇച്ച ഉണ്ടായി. ഇച്ചനോട് ചോദിച്ചു, ഇച്ച എന്ത് സംഭവിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊരു മന്ത്രി പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കൊള്ളാല, മന്ത്രിയാണെങ്കിൽ ഫുൾ ടൈം പോലീസ് ഉണ്ടാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് എൻ്റെ മന്ത്രിയാണോ? അങ്ങനെ എൻ്റെ നാട്ടിലെ വലിയ ഒരു രാഷ്ട്രീയ നേതാവ് പെരിയാസ് ഇവൻ്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, ചേട്ടാ അങ്ങക്ക് മന്ത്രിയാണോന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, വെള്ള ഷർട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഇല്ല, ശരിയാണ്, വെള്ള ഷർട്ടില്ല. ഒന്നും നോക്കിയില്ല. എൻ്റെ നാട്ടിലെ ഏറ്റവും സെലക്ഷനുള്ള കട, ബിഗ് ബ്രാൻഡ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. രമേശ് ചേട്ടൻ വിചാരിക്കണ്ട ഇനി ഓണത്തിന് പുട്ട് കച്ചവടം തുടങ്ങിയോന്നോ? അങ്ങനെ ഇല്ല. ഈ തുണിക്കടയിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഷർട്ട് ഇട്ട് നോക്കിയാൽ അത് ഇച്ചിരി ടൈറ്റ് ആണെങ്കിൽ ഇവർ പറയും അടുത്ത വാഷിൽ ലൂസ് ആയിക്കോളും എന്ന് പറയും. ഇനി അഥവാ ലൂസാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വാഷിൽ ടൈറ്റ് ആയിക്കോളും എന്ന് പറയും. അങ്ങനെ ഒരു പ്രത്യേക തരം സംഭവം തുണിക്കടയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിനോട് പറഞ്ഞു, ഒരു വെള്ള ഷർട്ട് വേണം, വൈറ്റ് ഷർട്ട്. അപ്പോൾ പുള്ളി എനിക്ക് ഒരു പച്ച ഷർട്ട് കാണിച്ചു. ചേട്ടാ എനിക്ക് പച്ച ഷർട്ടല്ല വേണ്ടത്, വെള്ള ഷർട്ടാണ് വേണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല, ഒരു വാഷിന് അത് വെള്ളയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഷർട്ടും എടുത്ത് നേരെ വീണ്ടും പെരിയാസിൻ്റെ അടുത്ത് പോയി. പെരിയാസിൻ്റെ അടുത്തിട്ട് പെരിയാസിനോട് എലി, ചേട്ടാ ഞാനിതാ വെള്ള ഷർട്ടെല്ലാം ആയിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പെരിയാസ് പറഞ്ഞു, നിനക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് സിനിമാ നടനല്ലാണ്ട് എനിക്ക് മന്ത്രിയാണ് വേണ്ടത് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സിനിമാ നടക്കാർക്കാണ് മുൻഗണന, കാരണം ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാനുണ്ട്. ഇവർക്കാണെങ്കിൽ ഓൾറെഡി അഭിനയം പഠിച്ചിട്ട് വരുന്നതാണ്, വേറെ അഭിനയിപ്പിക്കണമെന്ന് വലിയ ആവശ്യമൊന്നുമില്ല, അപ്പോൾ അവർക്കാണ് മുൻഗണന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഒപ്പനോടലി, നീ സാമ്രാട്ട് തിയേറ്ററിൽ അഭിലാഷ് ചേട്ടനെ പോയിട്ട് കാണും, പുള്ളിയാണ് പടത്തിന് ആളെ കയറ്റുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ സാമ്രാട്ട് തിയേറ്ററിൽ അഭിലാഷിനെ പോയിട്ട് കണ്ടു. പക്ഷെ അന്ന് ഞാൻ സിനിമയിൽ കയറിയില്ല, രാജമാണിക്യം സിനിമയ്ക്ക് കയറി. അങ്ങനെ ഞാൻ പൊരക്ക് തീരാകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഓന് അങ്ക് വിളിച്ചിട്ട് പറഞ്ഞ്, നാളെ ജിസ് ജോയ് സാറിൻ്റെ പടത്തിൻ്റെ ഓഡീഷനാണ് എറണാകുളത്ത്, ഇന്ന് തന്നെ വിട്ടോന്ന് പറഞ്ഞിട്ട് ട്രെയിനിൻ്റെ ടിക്കറ്റ് തന്നു. അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ ഫുൾ പാക്കപ്പായിട്ട് നേരെ ഓഫ് ടു എറണാകുളം, കൊച്ചി വെയിറ്റിംഗ്. അങ്ങനെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി. S7 സീറ്റ് നമ്പർ 10 കയറിയിരുന്നു. TT വന്നു. TTക്ക് ടിക്കറ്റ് കാണിച്ചു. TT പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. ആന്ത് സാറ്? ഇല്ല, നീ എടുത്ത ട്രെയിനിൻ്റെ ടിക്കറ്റ് മാവേലിയാണ്, നീ കയറിയിരിക്കുന്ന മലബാറാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ കാസർഗോഡിൽ ഒരു പ്രത്യേകത ഉണ്ട്. അരമണിക്കൂറിൽ ഡിഫറൻറ്റിൽ 2 ട്രെയിനാണ് വിടുന്നത്. 6:30 മണിക്ക് മലബാറും 7 മണിക്കും മാവേലിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് തന്നെ ഫുള്ള് നെഗറ്റീവ് അല്ല, ഇപ്പോഴത്തെ സന്തോഷത്തിന് നെഗറ്റീവ് അല്ല, പഴയ നെഗറ്റീവ്, ഒറിജിനൽ. അങ്ങനെ ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ ആയിട്ട് എറണാകുളം എത്തിയതിന് ശേഷം ജിസ് ജോയ് സാർ എനിക്കൊരു സംഭവം തന്നു. മണിച്ചിത്രത്തായിൽ ഗംഗ എന്നൊരു സാധനം എന്നോട് ഇത് ചെയ്യുമോ എന്ന് പറഞ്ഞു. അവർ പിന്നെ ഇതിൻ്റെ അപ്പുറമല്ല നമ്മൾ ചെയ്യും, ഇതെന്ത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഗംഗയെന്ന് വിളിച്ചിട്ടപ്പില്ലേ സാധനം കയ്യിൽ നിന്ന് പോയി. കാസർഗോഡ് കയറിയിട്ട് വന്നു. ഗംഗേ എടുക്കണ പോന്നെ, ഞാൻ നിങ്ങളോട് ചെല്ലിനല്ലോ, കാലത്തെ തുണിപ്പായമെങ്ങാനാ ഇവൊക്കെ പോന്നേ, നീ ഇപ്പം പോണ്ട. എന്ത് വിഷയം നിങ്ങൾ അങ്ങനെ ചെല്ലുന്നത്? ഞാൻ നിങ്ങളോട് കാലത്തെ ചെല്ലിനല്ലോ, ഞാൻ തുണിപ്പായമെങ്ങാനാ ഇവൊക്കെ പോകുന്നത്, നീ ഇപ്പം പോണ്ടാന്നല്ലേ ചെല്ലിയത്? ഞാൻ കുളിച്ചോ
നിങ്ങളുടെ ചങ്കിനെ പിടിച്ചിട്ട് ഞാൻ അടുക്കാനെ പിസ്കുറു, ഞാൻ ഇപ്പം എന്നെ പോവും ഗംഗേ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്നില്ല. അവർ വിളിക്കാന്ന് പറഞ്ഞു. സാധാരണ ഒഴിവാക്കി എന്നതിൻ്റെ ഒരു മറ്റൊരു വാക്കാന്ന് വിളിക്കാന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോയിട്ട് അപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നമ്മളെ പഞ്ചായത്ത് മെമ്പർ എൻ്റെ അടുത്ത് വന്നിട്ട്, ആസിഫ ഇനി അങ്ങനെ ഓഡീഷനൊന്നും പോകണ്ട, സാക്ഷാൽ രാജമൗലി നമ്മളെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്, അടുത്ത പടം ഇവിടെയാണ് പുള്ളി ചെയ്യുന്നത്, നമ്മളെല്ലാവരെയും സിനിമയിലെടുത്തെന്ന് പറഞ്ഞു. ഇത് കൊള്ളാലാന്ന്. അങ്ങനെ 1 മാസമായി 2 മാസമായി രാജമൗലി വന്ന് തിരിച്ച് ഹൈദരാബാദിൽ പോയി ബാഹുബലി ചെയ്തു. എന്നാലും നാട്ടുകാർക്കല്ല ഇങ്ങനെ ഭയങ്കര സംശയം. എന്നാലും രാജമൗലി 2 മാസം ഇവിടെ വന്നിട്ട് പോയതങ്ങനെ. പിന്നെ സിനിമ റിലീസായതിനു ശേഷമാണ് സംഭവം മനസ്സിലായത്. ബാഹുബലിയിൽ മറ്റേ കാലകൻ നിന്ദ ദോസ്രസ്തൽമി ഹർത്തബുസക്രകൈക്ക് നിങ്ക ഒഹിനുസുക്കു ലോക്കേ പുള്ളിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് പുള്ളി കാസർഗോഡ് വന്നത്.